ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കേരള ടു അരുണാചൽ സീരീസിലെ തേർഡ് ഡേ ആണെന്ന്. ഞങ്ങൾ ഇന്നലെ ഹൈദരാബാദിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ലഗേജൊക്കെ കെട്ടി ഞങ്ങളൊരു 6:30 ആയപ്പോൾ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാഗ്പൂരിലോട്ടാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് നാഗ്പൂരിലോട്ട് 616 കിലോമീറ്ററാണ് ഉള്ളത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഒരു ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. രാമോജി ഫിലിം സിറ്റി, ചാർമിനാർ, പിന്നെ ഹുസൈൻ സാഗർ ലേക്ക്, അവിടെ തന്നെ ബുദ്ധൻ്റെ ഒരു മോണോലിത്ത് ഉണ്ട്, പിന്നെ സ്നോ പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. പക്ഷേ നമ്മളെ ലക്ഷ്യം ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് അരുണാചലിലോട്ടാണ് പോകാനുള്ളത്. ഇന്ന് തന്നെ ഞങ്ങൾക്ക് കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ടും എല്ലാ സ്ഥലങ്ങളും തുറക്കുമ്പോൾ തന്നെ ഒരു 10 മണി, അതുവരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടും ഞങ്ങൾ ജസ്റ്റ് ചാർമിനാർ ഒന്ന് കണ്ട് പുറത്തു നിന്ന് 1-2 ഫോട്ടോസ് എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് വെറും 9 കിലോമീറ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചാർമിനാറിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് എത്തുന്നതെല്ലാം ചെറിയ ചെറിയ ഇടവഴികളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ചാർമിനാർ. 4 മിനാരങ്ങളുണ്ട് എന്ന രീതിയിലാണ് ഇതിന് ചാർമിനാർ എന്നുള്ള പേര് കൊടുത്തത്. പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഫലമായിട്ട് ഷാഹി കുത്തുബ് ഷാ 1591 ചാർമിനാർ ബിൽഡ് ചെയ്തത്. അപ്പം ഹൈദരാബാദിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണിത്. അപ്പോൾ ഇവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഉസ്മാനിയ ബിസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ അത് കഴിക്കണമെന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും വലിയ ടൈം ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാർമിനാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 മണിക്ക് ഇവിടെയുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. കടകളൊക്കെ നല്ല സജീവമാണ്. ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിൽ നമ്മൾ സമയമൊക്കെ നോക്കി. ഞങ്ങൾക്ക് ഇതിനകത്ത് കയറി കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ടൈം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇത് തുറന്നിട്ടും ഇല്ല. മാത്രമല്ല ബലൂണൊക്കെ പിടിച്ച് നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പം ഇനി ഒരിക്കൽ ഉറപ്പായിട്ട് ഹൈദരാബാദിൽ വരണമെന്നും അത് എക്സ്പ്ലോർ ചെയ്യണമെന്നും നല്ല ആഗ്രഹമുണ്ട്. പിന്നെ വൃത്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു ചരിത്രപരമായിട്ടുള്ള നിർമ്മിതിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകം വൃത്തിയായി സൂക്ഷിക്കുന്ന പോലെ തന്നെ പുറത്തെ കാര്യങ്ങൾ നോക്കണം. ഇതിന് പുറത്തൊരു ചവറ്റുകുട്ടയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചവറ്, ഭക്ഷണം കഴിച്ച അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് എല്ലാം വളരെ വലിച്ചുവാരി വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അപ്പോൾ അതുകൂടെ ഇങ്ങനെയുള്ള നിർമ്മിതികളെ സംരക്ഷിക്കുമ്പോൾ അതുകൂടെ ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നി. ഞാൻ അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം വണ്ടി വയ്ക്കാനും ഒന്നും നമുക്ക് അവിടെ വലിയ സ്ഥലവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വണ്ടിയുടെ അടുത്ത് നിന്നിട്ട് ചേട്ടൻ അകത്ത് പോയി അതിൻ്റെ സുവനീറൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി ചായ കുടിക്കണമെന്നുള്ളതാണ് ഇനിയുള്ളൊരു ലക്ഷ്യം. അപ്പോൾ അതും കൂടെ നോക്കി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഹുസൈൻ സാഗർ ലേക്ക്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധൻ്റെ മോണോലിത്ത് ഉള്ളത്. ഇറങ്ങി കണ്ടില്ല. ഞങ്ങൾ ദൂരെ നിന്ന് ഇതുപോലെ ബൈക്കിൽ പോയപ്പോൾ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. ഇതിനടുത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള സ്നോ പാർക്കും ഉണ്ട്. ഈ കാണുന്ന തെലങ്കാന സെക്രട്ടേറിയറ്റ് ആണ്. അപ്പം നമുക്കിവിടെ നിർത്തി കാണാനായിട്ടുള്ള സൗകര്യം ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇത് വാക്കിംഗ് സ്പേസ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പം തന്നെ തിരക്ക് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓഫീസ് ടൈം തുടങ്ങി. അപ്പോൾ നമ്മൾ ബൈക്കിൽ ഇരുന്ന് തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. വളരെ കാമായിട്ടുള്ള അന്തരീക്ഷമാണ്. നടക്കാനും തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ, അതായത് ഏർലി മോർണിംഗ് നടക്കാനും ഒക്കെ നല്ല അന്തരീക്ഷമാണ്. ഇവിടെ കൂടെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ നീറ്റായിട്ടാണ് റോഡിന് ഇരുവശവും സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു ചവറ് പോലും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയില്ല. ചാർമിനാറിന് ചുറ്റും ഒരുപാട് കടകമ്പോളങ്ങളും വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവിടെ ഇത്രയും വേസ്റ്റ് വന്നതെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഉടനെ തന്നെ ചായ കുടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു. നല്ല ക്രീമി ടെക്സ്ചറുള്ളൊരു ചായയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ അടുത്ത് ഒരു പഞ്ചർ കട ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ബൈക്കിൽ ഇന്നലെ തന്നെ ടയറിൽ കാറ്റ് കുറവാണെന്ന് മനസ്സിലാക്കി. അവിടെ നോക്കിയപ്പോൾ ടയറിലൊരു പഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ പഞ്ചറാണ്. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.